ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനം നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. നീ മിണ്ടരുത്. എപ്പോൾ മിണ്ടരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് ഗൗരവപൂർവ്വം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പാപങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ഒരു അമ്മച്ചിയെക്കുറിച്ച് അവരുടെ മക്കൾ തന്നെ സൂചിപ്പിച്ച ഒരു കാര്യം, അമ്മ നല്ല ആളാണ്, കഠിനാധ്വാനിയാണ്, ഒത്തിരി നന്മകൾ അമ്മയ്ക്കുണ്ട്. ഒറ്റ കുഴപ്പം മാത്രം, സംസാരം ഇച്ചിരി ഓവറാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ഇതുപോലൊരു കേസ് വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, പിന്നെ ആ അമ്മയ്ക്ക് മിണ്ടാട്ടം പോലും ഇല്ലായിരുന്നു. ഉടനെ അവർ, അയ്യോ അങ്ങനെയൊക്കെയാണോ? ഞാൻ പറഞ്ഞേ, തമാശ പറഞ്ഞതാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ചിലരെ കാണാൻ സാധിക്കും ഒരുപാട് നന്മകളുണ്ട്, പക്ഷെ അവസാനം ചിലപ്പം ഈ ഒരൊറ്റ കാരണത്താൽ ആ നന്മയെല്ലാം അർത്ഥശൂന്യമാകുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ആകുന്ന ആ ഒരവസ്ഥയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. പകരം നമ്മൾ ഈ ഒരു മേഖല ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ പാപങ്ങൾ ഒഴിവാക്കാൻ പറ്റും, പുണ്യങ്ങൾ അഭ്യസിക്കാൻ പറ്റും, പരിപൂർണത പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് നന്മകൾ നമുക്കുണ്ടാകും. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു വിഷയം മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഏതാനും കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ അറിഞ്ഞിരിക്കാം. ഒന്നാമത്തെ കാര്യം, എപ്പോഴെല്ലാം മിണ്ടരുത് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മിണ്ടരുതാത്ത സന്ദർഭങ്ങൾ അതിലൊന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളല്ല മിണ്ടേണ്ടത്, ദൈവം നമ്മോടാണ് മിണ്ടേണ്ടത്. നമുക്കറിയാലോ, ഈ സംസാരിക്കുമ്പോഴാണേലും ചിലർക്ക് വലിയ അറിവൊന്നുമില്ല, വേറെ ചിലർക്ക് നല്ല അറിവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അറിവുള്ളവരാണ് കൂടുതൽ സംസാരിക്കേണ്ടത്. അങ്ങനെയുള്ളവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ അറിയാൻ പറ്റും. ഇത് പറഞ്ഞ പോലെ നമ്മുടെ കഴിവ്, അറിവ് വെച്ച് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കഴിവും അറിവും എന്തുമാത്രം ഉയർന്നിരിക്കുന്നു. അപ്പോൾ അവിടെ കൂടുതൽ സംസാരിക്കേണ്ടത് ആരാ? ദൈവമാണ്. ഞാൻ ഒരു ബോധ്യമുള്ളവർ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം നിശബ്ദരാകും. നമുക്ക് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം, അത് നമുക്ക് ഹൃദയം കൊണ്ട് വേണമെങ്കിലും സംസാരിക്കാം. നമ്മൾ നിശബ്ദരാകുമ്പോഴാണ് ദൈവത്തെ കേൾക്കാൻ നമുക്ക് പറ്റുക. സഭാനിയ 1-ാം അധ്യായം 7-ാമത്തെ വചനം എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ പറ്റും. ദൈവസന്നിധിയിൽ നിശബ്ദരാവുക. സക്രിയയുടെ പുസ്തകം 2:13 അതേ ആശയം ദൈവം നമുക്ക് നൽകുന്നത് കാണാൻ പറ്റും. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ നമ്മൾ നിശബ്ദരാകണം. അവിടെ ഒരുപാട് നമ്മൾ മിണ്ടിക്കൊണ്ടിരുന്നാൽ ദൈവം പറയുന്നത് കേൾക്കാൻ നമുക്ക് പറ്റാതെ പോകും. രണ്ടാമതൊന്ന്, നമ്മൾ ശ്രവിക്കേണ്ട സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ മിണ്ടരുത്. ശ്രവിക്കേണ്ട സമയത്ത് നമ്മൾ ശ്രവിക്കണം. വേറൊരാൾ സംസാരിക്കുമ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കാതെ നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. പ്രഭാഷകൻ 20:6 മുതൽ വായിക്കുമ്പോൾ ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ മിണ്ടേണ്ട സമയമല്ല എന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുന്നു. അത് അറിവില്ലാത്തത് കൊണ്ടല്ല, മിണ്ടേണ്ട സമയം അല്ല എന്ന് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ നിശബ്ദത പാലിക്കുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് ദൈവത്തിൻ്റെ വചനം എടുത്തു കാണിക്കുന്നത് കാണാൻ പറ്റും. 1 സാമുവേൽ 15-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. സാവൂളിന് ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് അമലേക്യർക്കെതിരെ യുദ്ധത്തിന് പോവുക. അതിന് പോകുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു കൊടുത്തു. അഗാഗ് രാജാവിനെ ജീവനോടെ പിടിച്ചു കെട്ടുക, ബാക്കി മനുഷ്യരെ കൊന്നുകളയുക, അവിടെയുള്ള സകല മൃഗങ്ങളെ കൊന്നുകളയുക. ഇത് കേട്ട് പോയ സാവൂളാണ്. അവന് ആദ്യത്തെ കാര്യം കൃത്യമായി ചെയ്തു, രണ്ടാമത്തെ കാര്യം ചെയ്തു, മൂന്നാമത്തെ കാര്യത്തിൽ കൃത്യത പാലിച്ചില്ല. കുറേ മൃഗങ്ങളെ അവൻ പിടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോഴേ ദൈവം സാമുവേലിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു. എന്തുപറ്റി? അവൻ എൻ്റെ നിർദ്ദേശം പാലിച്ചില്ല. ഇത് കേട്ട് സാമുവേൽ എഴുന്നേറ്റ് സാവൂളിൻ്റെ അടുത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. സാമുവേലിനെ കണ്ടപ്പോഴേ സാവൂൾ വേണമെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, അങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് സാമുവേൽ പറഞ്ഞൊരു കാര്യം, നീ മിണ്ടരുത്, ഷടപ്പ്, നീ മിണ്ടരുത്. എന്തുപറ്റി? നീ കർത്താവിൻ്റെ കൽപ്പന ലംഘിച്ചു. ഉടനെ സാവൂൾ പറഞ്ഞൊരു കാര്യം, ഞാൻ രാജാവിനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു, ഞാൻ ബാക്കി മനുഷ്യരെയൊക്കെ കൊന്നു കളഞ്ഞു. അത് കേട്ടപ്പോൾ സാമുവേൽ ചോദിച്ചൊരു കാര്യം, കുറച്ച് മൃഗങ്ങൾ മുക്രയിടുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അത് എവിടെ നിന്ന് വന്നു? അത് ഗിൽഗാൽ മലയിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ. അങ്ങനെ പറഞ്ഞ് ന്യായീകരിച്ചപ്പോൾ സാമുവേൽ പറഞ്ഞൊരു കാര്യം, നീ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തിട്ട് തെറ്റിനെ ന്യായീകരിക്കുന്ന ആ ഒരവസ്ഥ, അതിന് നമ്മുടെ വാ തുറക്കരുത് എന്നുള്ള ആ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. തെറ്റുപറ്റിയോ തെറ്റ് അംഗീകരിക്കുക, അനുദപിക്കുക, അത് വീണ്ടും ചെയ്യാതിരിക്കാനായിട്ട് തീരുമാനമെടുക്കുക. അതൊക്കെയാണ് നമ്മൾ വേണ്ടതല്ലാതെ ന്യായീകരിക്കാൻ ഒരുപാട് വർത്തമാനം പറയുന്നത് ദൈവത്തിന് പ്രീതികരമല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സുഭാഷിതങ്ങൾ 28 13-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് എന്താ? തെറ്റ് ഏറ്റുപറയുന്നവർക്ക് കർത്താവിൻ്റെ കരുണ ലഭിക്കും, അത് മൂടി വയ്ക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകത്തില്ല. അതുകൊണ്ട് ഈ തെറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കുന്നത് അത് ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഒരു വിലയും നൽകുന്ന കാര്യമല്ല എന്നുള്ളത് തിരിച്ചറിയണം. 1 യോഹന്നാൻ 1-ാം അധ്യായം 8-9 വചനങ്ങൾ വായിച്ചാലോ, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ്. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. അത്
ഏറ്റുപറയുകയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 17:24 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് തിരിച്ചു വരാൻ കർത്താവ് അവസരം നൽകും. തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ വാ തുറക്കുന്നത് എങ്കിൽ ഈ അനുഗ്രഹം അവർക്ക് ഉണ്ടാവണമെന്നില്ല. പകരം പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. ലൂക്കായുടെ സുവിശേഷം 4:35 വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: തിന്മയുടെ സ്വാധീനമുള്ളപ്പോൾ നമ്മൾ മിണ്ടരുത്. തിന്മ നമ്മളെ വഴിതെറ്റിക്കാൻ നോക്കുമ്പോൾ ആ തിന്മയുടെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ മിണ്ടുന്നത് നമുക്ക് വിനയായിട്ട് മാറത്തേ ഉള്ളൂ. ലൂക്ക 4:35 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. മത്തായി 16:22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ തിന്മയുടെ സ്വാധീനത്താൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പറ്റും. പത്രോസ് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം: സാത്താനെ, നീ പുറകോട്ട് പോവുക, നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. അവിടെ മിണ്ടിയത് അവന് വിനയായി മാറുകയാണ് ചെയ്തത്. പ്രഭാഷകൻ 5:12 വായിച്ചാൽ, അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാതുറക്കരുത്. കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് നമുക്ക് ശ്രേയസ്കരം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. രണ്ടാമതായി നമ്മൾ ചിന്തിക്കുന്നത്, എപ്പോൾ നിശബ്ദരാകരുത് എന്നുള്ളതും കർത്താവ് വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴാണ് മിണ്ടാതിരിക്കേണ്ടത് അത് നമ്മൾ കണ്ടു. പല സാഹചര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നതാണ് ഉചിതം. നിശബ്ദരാകരുത് എന്ന് കർത്താവ് സൂചിപ്പിച്ച സംഭവങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5:20 നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെ കർത്താവ് ജയിലിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞൊരു കാര്യം: നിശബ്ദനാകരുത്, നീ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെയുള്ള അവസരങ്ങളിൽ നിശബ്ദത പാലിക്കുന്നത് നല്ലതല്ല. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനം 18:9 പൗലോസിനോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: നിശബ്ദനാകരുത്, പ്രസംഗിക്കുക, ധൈര്യമായിട്ട് നീ പ്രസംഗിക്കുക. ഇങ്ങനെ കർത്താവ് ഒരു നിർദ്ദേശം തന്നാൽ, കർത്താവ് സംസാരിക്കാൻ പറഞ്ഞാൽ നമ്മൾ സംസാരിക്കണം, അവിടെ നിശബ്ദരാകരുത്. മർക്കോസ് 6-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും, സ്നാപക യോഹന്നാൻ ചെന്നിട്ട് ഹെറോദേസിൻ്റെ മുഖത്ത് നോക്കി, നീ ശരിയല്ല, നീ കാണിച്ചത് ശരിയല്ല എന്ന് സംസാരിക്കുന്നത് കാണാൻ പറ്റും. സത്യത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തി ആ സത്യത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുക. എസ്തേർ 4-ാം അധ്യായം 14-ാമത്തെ വചനം എടുത്താൽ, മൊർദെഖായി വിളിച്ചു പറഞ്ഞ ഒരു കാര്യം എസ്തേറിനോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു അവസരത്തിൽ നീ നിശബ്ദത പാലിച്ചാൽ ദൈവജനത്തിന് നീതി കിട്ടാതെ പോകും, അപ്പോൾ നീ അതിൽ കുറ്റക്കാരിയായിട്ട് മാറും. അങ്ങനെ എൻ്റെ സംസാരം കൊണ്ട് നീതി സ്ഥാപിക്കപ്പെടേണ്ടടുത്ത് ഞാൻ നിശബ്ദത പാലിക്കരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒരുമിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.